നമസ്കാരം. റഷ്യയെ ചേർത്ത് പിടിക്കുന്നതിന് അമേരിക്ക ഇന്ത്യക്കെതിരെ പടവാൾ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കാനും എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു രാജ്യത്തിനും യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ താഴേക്കിടയിൽ തഴഞ്ഞിട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് കൈവരിച്ച ഈ മുന്നേറ്റം അസൂയാവഹം തന്നെയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ തയ്യാറായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച F-35 യുദ്ധവിമാന വാഗ്ദാനം ഇന്ത്യ പൂർണ്ണമായും നിരസിച്ചതിന് പിന്നാലെ Su-57E 5ാം തലമുറ നിരീക്ഷണ യുദ്ധവിമാനം വാഗ്ദാനം ഇന്ത്യക്കായി റഷ്യ കൂടുതൽ ഉദാരമാക്കി. എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ റഷ്യൻ വാഗ്ദാനത്തെ കുറിച്ച് അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. എങ്കിലും റഷ്യൻ വാഗ്ദാനം ഇന്ത്യ തള്ളാനിടയില്ല. ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി തന്നെ Su-57 യുദ്ധവിമാനം വികസിപ്പിക്കാവുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റമാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് Su-30 MKI യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഇപ്പോൾ തന്നെയുണ്ട്. Su-57E വിമാനങ്ങൾക്കായി റഷ്യ മുന്നോട്ട് വെച്ച പുതിയ പാക്കേജ് അനുസരിച്ച് 60% വരെ തദ്ദേശീയ സംയോജനം ഇന്ത്യക്ക് സാധ്യമാക്കാം. അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ, രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ, വിരുപാക്ഷ AESA റഡാർ എന്നിവ ഇത്തരത്തിൽ ഇതിലേക്ക് സംയോജിപ്പിക്കാനാകും. ആദ്യഘട്ടത്തിൽ 20 മുതൽ 30 വരെ Su-57E ജെറ്റുകൾ 3 മുതൽ 4 വരെ വർഷങ്ങൾക്കുള്ളിൽ കൈമാറാമെന്നും റഷ്യയുടെ വാഗ്ദാനത്തിലുണ്ട്. കൂടുതൽ തദ്ദേശീയ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരാനായി റഷ്യയുടെ Su-35M മൾട്ടി റോൾ എയർക്രാഫ്റ്റും ഇതോടൊപ്പം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള തർക്കം സൃഷ്ടിച്ച പ്രതിസന്ധി മുതലെടുക്കുകയാണ് റഷ്യൻ തന്ത്രം. ആത്മനിർഭർ പദ്ധതിയിലൂടെ തദ്ദേശീയമായുള്ള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മിതി ശക്തിപ്പെടുത്തുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന അമേരിക്കൻ നയത്തോടും ഇന്ത്യക്ക് താല്പര്യമില്ല. റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന സമഗ്ര പാക്കേജിന് പിന്നിൽ ഇതിന്റെ സ്വാധീനവുമുണ്ട്. എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പരമാവധി സ്വയംഭരണം സാധ്യമാക്കുന്ന വിധത്തിലാണ് Su-57 ജെറ്റുകളുടെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് റഷ്യ കൈമാറാൻ തയ്യാറെടുക്കുന്നത്. F-35 വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇത്തരം സൗജന്യങ്ങൾക്ക് തയ്യാറല്ല. അമേരിക്കയുടെ F-35 വാങ്ങിയാൽ പ്രദർശന വസ്തുവാക്കി വെക്കാനേ കഴിയൂ എന്നാണ് പ്രതിരോധ സേനാ വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. പ്രതിരോധ സഹകരണത്തിൽ ദീർഘകാലമായുള്ള ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളി എന്നതും റഷ്യയ്ക്ക് മേൽക്കൈ ഉറപ്പാക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം സൃഷ്ടിക്കുന്ന ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്കാകും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നുള്ള അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യ ഊന്നൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള ഡ്രോൺ ഇടപാടുകൾക്ക് ഇന്ത്യ ധാരണയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അടക്കം മുന്നിൽ കണ്ട് റഷ്യയും പുതിയ ഡ്രോൺ സാങ്കേതിക വിദ്യ വികസനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനയുടെ സാങ്കേതിക വിദ്യാ സഹകരണത്തോടെ പാകിസ്ഥാൻ ഡ്രോണുകളെ വലിയ തോതിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഫലപ്രദമായി അവയെ തകർത്തെങ്കിലും ഇനിയുള്ള യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്ക് അമിത പ്രാധാന്യം കൈവരുന്നതിന്റെ സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയുടെ നീക്കം. ഈ സാഹചര്യത്തിൽ Su-57 ജെറ്റുകളേക്കാൾ പരിഗണന ഡ്രോണുകൾക്കാവണമെന്ന ആലോചന പ്രതിരോധ വൃത്തങ്ങളിലും സജീവമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച